മാറ്റും. എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തി കേരളത്തെ ലോകോത്തരമായ തലത്തിൽ കേരളത്തിൻ്റെ വികസന പാത നമ്മളിവിടെ പ്രഖ്യാപിച്ചതുപോലെ നവകേരളം, ആ നവകേരളത്തെ ഞങ്ങൾ സൃഷ്ടിക്കും. അതിനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഭാവനാപരമായ നിരവധിയായ ഇടപെടലിലൂടെയാണ് ആ ദൗത്യം നമ്മൾ നിർവഹിക്കുക. ഇനിയും മുന്നോട്ടേക്ക് പോവുക. കേന്ദ്ര ഗവൺമെൻറ് നമുക്കൊന്നും തരുന്നില്ല, 10 ബഡ്ജറ്റിലും തന്നിട്ടില്ല, ഇനി തരുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല. സംസ്ഥാനത്തിൻ്റെ കയ്യിലാണെങ്കിൽ പണം സ്വരൂപിക്കാനുള്ള സാധ്യതയില്ല. GST സംവിധാനത്തിൻ്റെ ഭാഗമായി കേന്ദ്രം തരുന്ന പണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദുര്യോഗമുണ്ട്. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ആലോചിക്കാത്തൊരു കാര്യം, കേരളത്തിൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇത് രണ്ടുമല്ലാത്ത, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുമല്ലാത്ത ഒരു സാമ്പത്തിക ഏജൻസിയെ നമുക്ക് ഫലപ്രദമായി ഭാവനാപൂർവം കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്ത ഏജൻസിയുടെ പേരാണ് പറ. ഏതാ ആ ഏജൻസി? കിഫ്ബി. കിഫ്ബിയെ പറ്റി അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നാണ്. ഇപ്പം നാളെ ഇവിടെ വരുന്ന വി.ഡി. സതീശനെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്ന് നിങ്ങൾക്ക് ഈ ജാതിയിൽ ഒരു സ്വീകരണ യോഗത്തിൽ പറയാൻ ധൈര്യമുണ്ടോ? എനിക്കറിയാം, പറയില്ല. കാരണം 1,00,000 കോടി രൂപ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരേ ഒരു സ്ഥാപനം കിഫ്ബിയാണ്. ലോക ചരിത്രത്തിലെ പുതിയൊരു അധ്യായം. ഗവൺമെൻറ് അല്ലാത്ത, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലാത്ത ഒരു സംവിധാനത്തെ ഉപയോഗിച്ച് 1,00,000 കോടി രൂപ ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിയിരിക്കുന്നു. നാഷണൽ ഹൈവേ വേണ്ടെന്ന് പറഞ്ഞവരാണ് മടക്കി വെച്ച് പോയതാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാഷണൽ ഹൈവേ ഇല്ല. ഈ നാഷണൽ ഹൈവേ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? കേരളത്തെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ബോർഡ് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് ജാഥ വരുന്നത്. ജാഥയുടെ അടിയിൽ അടിയാണെന്നുള്ള കാര്യം പോരെ, അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാഥ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാര മറഞ്ഞു വീഴുന്നു, ചില കളിച്ചു കുടിക്കുന്നു, ഇമാതിരി. ഞങ്ങളത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കൊരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് വേണ്ട സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ, ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്കാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ്? നിങ്ങൾക്കാവില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കേരളത്തിൽ കിഫ്ബി ഉപയോഗിച്ച് ഞങ്ങൾ ഭാവനാപൂർവം നാഷണൽ ഹൈവേ വേണം എന്ന് പറഞ്ഞു. ഞങ്ങളുള്ളത് കൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ വന്നത്, ഇല്ല. പക്ഷേ അപ്പോഴും നാഷണൽ ഹൈവേ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ നിങ്ങൾ പണം തരണം, നമ്മൾ കൊടുക്കണമെന്ന്. തോളെല്ലാം അറിഞ്ഞ വീഴ്ച. നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഗത്യന്തരമില്ലാതെ കൊടുക്കാൻ തീരുമാനിച്ചു. 5,688 കോടി രൂപ ഈ കേരളം നൽകി. കേരളം എവിടുന്നാ നൽകുക? കേരളം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കിഫ്ബിയാ കൊടുത്തത്. കിഫ്ബി എത്ര? 5,688 കോടി. മലയോര ഹൈവേ 10,000 കോടി കിഫ്ബി. 6,000-ഓളം കോടി രൂപ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഉപയോഗിച്ചതിൽ മഹാഭൂരിഭാഗം കിഫ്ബി. തീരദേശ ഹൈവേക്ക് 10,000 കോടി കിഫ്ബി. പാലവും അതുപോലെ റോഡും ഉണ്ടാക്കാൻ 30,000 കോടി കിഫ്ബി. തുരങ്കപ്പാത നിങ്ങൾക്ക് അടുത്താണല്ലോ എന്ന് പറഞ്ഞാൽ വയനാട്ടിലേക്കുള്ള തുരങ്കം 10 കിലോമീറ്റർ വേഗതയുണ്ട്, 9 കിലോമീറ്ററോളം. 20 കിലോമീറ്റർ ലാഭിക്കാം. ആ തുരങ്കപ്പാതക്ക് 2,143 കോടി കിഫ്ബി. നമുക്കറിയാം, ലോകത്ത് 3ാമതും ഇന്ത്യയിൽ 1ാമതുമായിട്ട് അവയവ മാറ്റ ശസ്ത്രക്രിയ ഒരു പുറക്കീഴിൽ കോഴിക്കോട് 612 കോടി. 612 കോടി. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി 238 കോടി, 278 കോടി. ഇങ്ങനെ നിരവധിയായ മേഖലയിൽ കിഫ്ബി 1,00,000 കോടി ചെലവഴിച്ചു. സ്കൂളുകൾക്ക്, LP സ്കൂൾ, UP സ്കൂൾ 5 കോടി, 5,000 കോടി.
അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോൾ 1,00,000 കോടി. കേരളം ഒരു പുതിയ മുഖം. റോഡും പാലവും ആശുപത്രി കെട്ടിടവും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ തുരങ്കപ്പാതയും നാഷണൽ ഹൈവേയും അപ്പുറം ഇപ്പുറമുള്ള മലയോര ഹൈവേയും തീരദേശ ഹൈവേയും എല്ലാം കൂടി ചേർന്ന് ലോകോത്തരമായ രീതിയിൽ ഈ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം. ഇവിടെ വെച്ചാണ് ഞങ്ങൾ വികസനത്തെപ്പറ്റി പറയുന്നത്. വെറുതെ പറയുന്നതല്ല, പട്ടിണി പങ്കുവെക്കുന്നതല്ല കേരളത്തിൻ്റെ ബദൽ. കേരളത്തെ ഉയർത്തുക. ആ പശ്ചാത്തല സൗകര്യം വളരെ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ വ്യവസായം ശക്തിപ്പെട്ടു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ 28ാം സ്ഥാനം, 2022 നമ്മൾ 15ാം സ്ഥാനം, ഇപ്പോഴും നമ്മൾ 1ാം സ്ഥാനം. വ്യവസായത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം കേരളം. 3,50,000 സ്വയം സംരംഭകരെ നമ്മൾ കണ്ടെത്തി. അതിൽ 7 ലക്ഷം ആളുകൾക്ക് ജീവിതമായി, പുതിയ വരുമാനമായി ആ സംരംഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതിൽ 2,500 വരെ ആളുണ്ട്, ചിലതിൽ 400-500 ആളുണ്ട്. 2 ഞാൻ കൂട്ടിയിട്ടുള്ളൂ, 1-ന് 2. അങ്ങനെ വന്നാൽ 3.5 ലക്ഷത്തിന് 7 ലക്ഷം. ഈ രീതിയിൽ വ്യാവസായിക ശൃംഖലകൾ ശക്തിപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വിജ്ഞാന കേരളം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ലോകത്തെവിടെയും എക്കണോമിക്സ് പഠിച്ചവർക്കെല്ലാം അറിയാം, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് മൂലധനമാണ്, പണമൂലധനം. ആ പണമൂലധനത്തിന് പകരം കേരളം പറഞ്ഞു, ഞങ്ങൾ പണമല്ല മൂലധനം, ഞങ്ങളെ ജ്ഞാനമാണ് വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണമൂലധനത്തിന് പകരം വിജ്ഞാനം, നോളജ് മൂലധനമാക്കി ഈ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ 1ാം സ്ഥാനത്തേക്ക് കടക്കും. ഒരു ബദൽ നിലപാടിൻ്റെ ഭാഗമായിട്ട്. ഞങ്ങളത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്കറിയോ, കോഴിക്കോട് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടൊരു ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പാവം ഡിവൈഎഫ്ഐക്കാരനാണ്. ഇതൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അതിലകപ്പെട്ടു പോയതിനെ രക്ഷിക്കാൻ വേണ്ടി മാൻഹോളിലേക്ക് എടുത്തിയാടി. അവസാനം ആ ചെറുപ്പക്കാരൻ മരിച്ചു. ആ മരിച്ച ചെറുപ്പക്കാരൻ്റെ പേരറിയോ? നൗഷാദ്. ആരോ പറയേണ്ട അവിടെ? ശരിയാണ്, നൗഷാദ്. നൗഷാദ് മരിച്ചപ്പോൾ കേരളം ഒന്നടങ്കം ദുഃഖിച്ചു. ജാതിയോ മതമോ നോക്കാതെ ആ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥത, ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ മാൻഹോളിലേക്ക് എടുത്തിയാടി സ്വന്തം ജീവിതം ഹോമിച്ച ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി. ആ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ജീവിതത്തെ മാതൃകയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസിക നില കേരളത്തിലെ മനുഷ്യരിലുണ്ടായി. ശരിയാണ്, എല്ലാവരും ദുഃഖിച്ചു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇവിടെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ 4 കുട്ടികൾ, അവർ ദുഃഖിക്കുക മാത്രമല്ല, അവരാലോചിച്ചു, ഈ മാൻഹോളിൽ ഇങ്ങനെ മരിക്കില്ലേ ലോകത്തിൻ്റെ പല ഭാഗത്തും? ഈ മാൻഹോൾ വൃത്തിയാക്കാൻ ഈ പറയുന്ന മനുഷ്യരിറങ്ങാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നിന്ന് നമുക്കെങ്ങനെ പുതിയ കണ്ടെത്തലുണ്ടാവാം എന്നവരാലോചിച്ചു. 4 കുട്ടികൾ, 4 പേരും പാലക്കാടുള്ളവരാണ്. ആ 4 കുട്ടികൾ ചേർന്ന് റോബോട്ടിക്സ് സംവിധാനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അവർ പരീക്ഷിച്ചു. അങ്ങനെ ഏതാണ്ട് വിജയമായപ്പോൾ കേരള ഗവൺമെൻറ്റിന് സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. അവർ സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിച്ചു. സ്റ്റാർട്ടപ്പ് മിഷനോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് നീങ്ങുകയാണ്, അതിനുള്ള ആവശ്യമായ സഹായം വേണം. സ്റ്റാർട്ടപ്പ് മിഷൻ കേരള വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. വാട്ടർ അതോറിറ്റി അവരും കൂടി ചേർന്നു. എന്നിട്ട് വളരെ ഫലപ്രദമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ റോബോട്ടിക് സംവിധാനത്തെ ഉപയോഗിച്ച് മാൻഹോൾ വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി. 4 ആൾ. അത് വ്യവസായ അടിസ്ഥാനത്തിൽ അവർ രൂപീകരിച്ചു. ഇപ്പോഴും 400 ആളുണ്ട്. 400 ആളുണ്ടെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ നിന്ന് അതിന് ഓർഡറായി. 300 റോബോട്ടിക്സ് അവരുണ്ടാക്കി. 300 ഉണ്ടാക്കി. 400 ജീവനക്കാരുണ്ട് ഇപ്പോൾ അവിടെ എല്ലാവരും കൂടി. ലോകത്തിൻ്റെ മുമ്പിൽ അത് വളരെ ശ്രദ്ധേയമായി വന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് ഓർഡർ വരികയാണ്. കാരണം ഇങ്ങനെയും ഒരു സംവിധാനം ലോകത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ബുദ്ധി അസാമാന്യമായ ബുദ്ധിയാണ്, ഐക്യു പ്രത്യേകിച്ച്. നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ നിപ്പ വന്നു. ലോകത്ത് എവിടെ നിപ്പ വന്നാലും
നിരവധി മനുഷ്യർ മരിച്ചു വീഴും. കാരണം ഇത് നിപ്പ ആണെന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ മരിക്കില്ലാതെ വേറെ വഴിയില്ല, ചികിത്സയില്ല. കേരളത്തിൽ നിപ്പ ബാധിച്ചു. എന്താ കാര്യം? നിപ്പ ബാധിച്ച് ഒന്നാമത്തെ മരണം കഴിഞ്ഞു. പേരാമ്പ്രയിലാണ് ഒന്നാമത്തെ മരണം കഴിഞ്ഞ്. രണ്ടാമത്തെ രോഗി അന്ന് ബേബി മെമ്മോറിയലായിരുന്നു. മനോജ് എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ രണ്ടാമത്തെ രോഗിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് നിപ്പയാണ്. ലോകത്തെ അത്ഭുതമായൊരു സംഭവമായിരുന്നു. നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന നിപ്പ രോഗം രണ്ടാമത്തെ രോഗിക്ക് വന്നപ്പോൾ തിരിച്ചറിഞ്ഞ ഡോക്ടറുടെ നാടാണ് ഈ കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത, ശേഷി, കഴിവ്. അതുകൊണ്ട് 17 ആളുകൾ മാത്രമേ ആകെ മരിച്ചുള്ളൂ. അതൊരു ചെറിയ പ്രശ്നമല്ല. ലോകം ഈ കേരളത്തെ ഇതിലേക്ക്